വെക്കി 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 പറയണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ എന്നോട് ദേഷ്യപ്പെടുവോ? ഇല്ലടാ, പറഞ്ഞടാ. എടാ അന്ന് രാവിലെ സ്വപ്നം കണ്ടടാ. രാവിലെ കണ്ട സ്വപ്നല്ലേ, എന്തായാലും നടക്കും. അതിരിക്കട്ടെ, നീ എന്ത് സ്വപ്നം കണ്ടത്? അങ്ങനെ ചോദിക്കി. എടാ ഞാൻ ഒരു സ്വപ്നം കാണണേ. നീ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടും പാൻസും കാറ്റോട്ടയും കെട്ടി റോട്ടിൽ കൂടെ ബൈക്കിന് ഇതിങ്ങനെ പോകും. ആര്? ഞാനാ? എങ്ങോട്ടാടാ? അതെനിക്കറിയാൻ പാടില്ല. കണ്ടിട്ട് എന്തോ ജോലിക്ക് പോണ മൂടാണെന്ന് തോന്നണ്. നേരെ വല്ല വൃത്തികെട്ട സ്വപ്നം കണ്ട് വല്ല നല്ല സ്വപ്നം കണ്ടൂടെ? നീ പറഞ്ഞത് ശരിയാണ്. ജോലിക്കും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മ എന്ത് ജോലിക്കോണ? സൂഹിക്കാൻ വേണ്ടി. നമുക്ക് ഇവിടെ ഇരുന്ന് കഥ പറയുമ്പോ കിട്ടുന്നത് എന്താണ്? സുഖം. അത് മതി. ആ ജോർജിന്റെ തലയിൽ വരച്ച പകുതി വരാ നമ്മൾ രണ്ടോടും തലയിൽ വരച്ചാൽ മതിയായിരുന്നു. അത് ശരിയാണല്ലോ, പറഞ്ഞ പോലെ നമ്മുടെ ജോർജിനെ കാണാനില്ലല്ലോ. അവനിപ്പ പെൺപിള്ളേരെ കൂടി പുഷ്പിക്കുന്നുണ്ടാവും. ലക്കി മാൻ, ലക്കി മാൻ. സ്വീറ്റി, നീനിങ്ങനെ നോക്കിയിരിക്കുമ്പോണ്ടല്ലോ എന്ത് രസം പറയാം. വെണ്ണക്കല്ലിൽ കുത്തി വെച്ച അപ്പം പോലെ ഉണ്ട്. അല്ല, ശില്പം പോലെ ഉണ്ട്. ഞാൻ ചെറുതായിട്ട് ശില്പായി. ഞാൻ സത്യം പറഞ്ഞ വിശ്വസിക്കാം. എന്താ ഈ ക്ലാസ്സിൽ കൂടെ നിന്നെ നോക്കുമ്പോണ്ടല്ലോ എനിക്ക് ഐശ്വര്യ ഓർമ്മ വരും. എന്തൊരു ഐശ്വര്യം മുഖത്ത്. നീ പറഞ്ഞ പോലെ എനിക്കും തിരിച്ചു പറഞ്ഞുണ്ട് ഡാർലിംഗ്. പക്ഷെ ഈ കാര്യം അഭിഷേക് ബച്ചൻ അറിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാ. നീ എന്തിനാ അഭിഷേക് ബച്ചനെ പേടിക്കണ? ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അഭിഷേക് ബച്ചൻ ആളെ വിട്ട് തല്ലിക്കും. അപ്പൊ പിന്നെ നീ കൂടെ അല്ലേ എനിക്കാരാ ഉള്ളത്? അതും ശരിയാണ്. നീ ഇവിടെ വന്നേ. നീ നമ്മുടെ മാരേജിന്റെ കാര്യം ഡാഡിയോട് പറഞ്ഞു. തലയിൽ എങ്ങനെ പറയാ? നീ പിടിച്ചേ. ഡാഡിക്ക് എവിടുന്ന സമയം? ഡാഡിക്ക് ബിസിനസ് അല്ലേ, ബിസിനസ്. ഡാഡിക്ക് എന്തിന്റെ ബിസിനസ്സാ? ബിസിനസ്സാ ഡാഡിക്കാ? പിന്നെ സ്വീറ്റിനോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇല്ലല്ലോ ഡാർലിംഗ്. ഡാർലിംഗ് എന്നോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറയൂ. സ്റ്റോൺസിന്റെ ബിസിനസ്. സ്റ്റോൺസോ? യു മീൻ ഡയമണ്ട്സ്? അതെ. ബ്ലാക്ക് ഡയമണ്ട്. ഷെയ്റ്റിക്ക് അറിയോ, ഞാൻ കണ്ടൽ വെച്ച് ഏറ്റവും വലിയ ഹാർഡ് വർക്കർ എൻ്റെ ഡാഡിയാണ്. ഡാഡി എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ ജോലിക്കാർക്കും ഡയമണ്ട് എത്തിച്ചു കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ കമ്പനിയിൽ ട്രോളി കംപ്ലൈന്റ് ആയതുകൊണ്ട് ഡയമണ്ട് പൊക്കി പൊക്കി ഡാഡിയുടെ മുതുകത്ത് വരെ നീരായി. അത്ര വലിയ ഡയമണ്ടോ? അതെ. അതുകൊണ്ട് ഇപ്പം ഡാഡിയും മുതുകാനും മറന്നുവരെ. ഡാഡി ഇപ്പൊ തൽക്കാലം പെയിന്റ് ബിസിനസ് തുടങ്ങി. അതുകൊണ്ട് ഡാഡി ഇപ്പൊ സൺഡേ ബിസിയാണ്. എന്ത് ചെയ്യാനാ, ഹാർഡ് വർക്ക് റൈഫിള്ള എന്റെ ഡാഡി. അപ്പൊ നീ നമ്മുടെ കാര്യം ഡാഡിയോട് പറയേയില്ല? അതിന് ഡാഡി എഴുതി ഇറങ്ങണ്ടേ? അല്ല, ഓഫീസിൽ നിന്ന് ഇറങ്ങണ്ടേ എന്ന്. അച്ഛൻ ജോലി ചെയ്യുന്ന കാശുകൊണ്ട് ഒരു കണക്കിനാടാ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞോണം. എങ്ങനെയെങ്കിലും പാർട്ട് ജോലി കണ്ടുപിടിക്കണം. അച്ഛനെ അതാകുമ്പോ അച്ഛനെ ആ ജോലിക്ക് പോയിട്ട് പിന്നെ ഈ ജോലിക്ക് പോയാല നല്ല കാശും കിട്ടും. നിന്റെ ഡാഡി ഇത്രയും ബിസിയാണെ പിന്നെ ഓഫീസിൽ നിനക്ക് ഡാഡിനെ ഹെൽപ്പ് ചെയ്തൂടെ? അത് ശരിയാവില്ല. അതെന്താ? എന്റെ ഡാഡിയുടെ വൈബ് അങ്ങ് സെറ്റായില്ല. ഡാഡി ഭയങ്കര ഹാർഡ് വർക്കാണ്, ഞാൻ സ്മാർട്ട് വർക്കാണ്. സ്മാർട്ട് വർക്ക്. ഡാഡി ലക്ഷങ്ങൾ പോയായിരിക്കും, ഞാൻ അവിടെ കോടികൾ പോയും. കോടികൾ. ഇതായിരുന്നത് നെറ്റ് കട്ടായതാണ്. 200 റീചാർജ് ചെയ്തോ പ്ലീസ്. അത് പോട്ടെ, നിനക്കൊരു കാര്യം അറിയോ? നമുക്ക് വീട്ടിൽ നാട്ടിൽ വലിയ നമുക്ക് ഈ നാട്ടിലും വീട്ടിലും മാത്രല്ല ഈ ലോകത്തന്നെ ഒരു വിലയില്ല. പക്ഷെ എന്താ, നമുക്ക് അതിന്റെ അഹങ്കാരില്ല. അത് ശരിയാ.
ഡാർലിംഗ്, നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഹണിമൂൺ എവിടെ പ്ലാൻ ചെയ്യണം? സ്ട്രീറ്റ് പറ, എവിടെ പോണം? നമുക്ക് സാൻ ഫ്രാൻസിസ്കോ പോയാലോ? സാൻ ഫ്രാൻസിസ്കോ? ആടിയവൻ? ഇത് അവനല്ല, ഇത് എനിക്ക് പുറത്തൊരു സ്ഥലാ. അത് ശരിയാവില്ല. അതെന്താ? എനിക്ക് കുറച്ച് അച്ഛൻ കുറയും. നമുക്ക് വല്ല ആരപ്പള്ളിയോ വാഴച്ചാല പോയാൽ പോരെ. അതാകുമ്പോ വൈകിട്ട് 7 മണിയാകുമ്പോ തിരിച്ചെത്താം. എങ്ങനെ? പിന്നെ ഡാർലിംഗ് ഒറ്റയ്ക്ക് ഹണിമൂൺ പോയാൽ മതി. ട്രീറ്റ് ഞാൻ തമാശ അറിഞ്ഞല്ലേ. നമുക്ക് സാൻ ഫ്രാൻസിസ്കോ അല്ല, സുഭാഷ് പാർക്കില്ല, എവിടെയാണ് വെച്ചാൽ പോവാം. ഡാ നമുക്ക് മീൻ കച്ചവടം തുടങ്ങിയാലാ? എന്ത്? ഡാ ഫിഷ് സ്പോട്ടിങ്. അടിപൊളി. അല്ലെങ്കിൽ തന്നെ ഇവിടെ നാറിയിട്ട് നിക്കാൻ വയ്യ. അപ്പോഴാണ് ഇത്. എന്റെ അമ്മ പലിശരാജൻ. ആരത്? പൈസ തരാണ്ട് മുങ്ങി നടക്കണാണ്. ഇന്നോ എൻ്റെ പൈസ വാങ്ങിച്ചിട്ടെന്നെ വരും. இந்த பரிசராஜனை ஏமாத்தி பாக்குறியா? திருட்டு மூஞ்சி. ஏற்றா காசு. കാശ് മുങ്ങി നടക്കണം. തന്നോട് ഇന്ന് കാശ് വാങ്ങിച്ചിട്ടെന്നെ ബാക്കിയാരും. எதுக்குடா ஏற்று அடிக்கிறேன்? കാശ് വാങ്ങിയ തിരിച്ചു കൊടുക്കണം. ചീമപ്പായ சிவப்பயலா. ஐயோ, തമിഴ്കാരനാ சொல்லி സൺഡേ പോടത്. എതുക്കടാ മുട്ടാൾ? എടാ പിടിവിട് പിടിവിട്. പിടിവിട. ഞാൻ നിനക്കുള്ള കാശ് ചീങ്ങനെ വാങ്ങിച്ചിട്ടെ പിടിവിടോട്. டேய், இந்த ஆளாதுக்கிட்ட சொல்லடா, நீ தான் காசு வாங்கியது. അയ്യോ. നീ ആണ്ട് ഇയാളുടെ പൈസ വാങ്ങിച്ചേക്കണ? ஆமாடா, இந்த திருட்டு மூஞ்சிதான். അപ്പൊ നീയല്ല പറഞ്ഞ അണ്ണൻ കാശിനെ മുങ്ങി കിടക്കണേന്ന്? என்ன അവന് മുഴുവൻ പറയാൻ നീ സമ്മതിച്ചിട്ടുണ്ട്. അവൻ ജോർജാണ് അണ്ണന്റെ പൈസ വാങ്ങിയത്. സോറി അണ്ണാച്ചി, ഒരു കയ്യബ്ദം. എനിക്കൊല്ലം കൂടി ഇതേ ഇവനോട് തരും. ஓகே தம்பி, இந்த பரிசுராஜனை ஏமாத்தி முங்கி நடக்காம நினைச்சடா? முடியாதடா, முடியாது. நீக்க எங்க போயாலும் ഗൂഗിൾ നോക്കിട്ട് വന്ന് നോക്കൂ. இந்த പലിസരാജ് എന്റെ പൊന്നണ്ണാച്ചി, ഞാൻ അണ്ണാച്ചിനെ കാണുമ്പോ മുങ്ങി നടപ്പതില്ലേ? അന്ത ജോർജ് ഇല്ലേ? എന്താ ജോർജ്? അന്ത തെണ്ടി. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ അണ്ണാച്ചിയിലേന്ന് പൈസ വാങ്ങിയത്. പക്ഷെ ഇപ്പൊ അവൻ എന്നെ കാണുമ്പോ മുങ്ങി നടക്ക. ഞാൻ എന്ത് ചെയ്യാം അണ്ണാച്ചി? യാർ മുങ്ങിയാലും പൊങ്ങിയാലും എന്നോട് കാശ് ഇപ്പോ വേണോ? നീക്ക് എന്തിനാണ് കാശ് പലിശക്കെടുത്ത്? ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് ആ കാശ് തിരിച്ചിട്ടിയാ? ഇല്ല. എവരനാ സെവട് സാപ്പിടുറിയാ? അവൻ കണ്ട പെമ്പിള്ളേർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത മാർക്കറ്റ് മാളിപ്പോയിന്ന് പിന്നീട് മനസ്സിലായി. ഏത് മാർക്കറ്റ്? സൂപ്പർ മാർക്കറ്റ്. അടിപൊളി. എന്നടുത്ത് ഒന്നുമേ சொல்ல വേണ്ട. എന്നോട് കാശ് എനിക്ക് പോയി കിടക്കണം. എടാ നല്ല ക്ഷീണുണ്ടെന്ന് തോന്നുന്നു. എന്ത് കിടക്കണോന്ന് പറയട്ടില്ലേ? ഓ അതല്ല, അണ്ണൻ കിടക്കണമെന്ന് പറഞ്ഞ തമിഴ് കിട്ടണമെന്നാ. ഓ അങ്ങനെ. അണ്ണ എന്റെ ജോർജ് വന്നതൊക്കെ അപ്പുറം ഞാൻ കൂപ്പിടുറേ. അത് പോതുമാ? നീ അപ്പവേ കൂപ്പിട വേണ്ട, നീ പോയെ കൂപ്പിട്. അല്ല വേണ്ട, അവർ നമ്പർ കൊടു, ഞാനേ കൂപ്പിടുറേ. നമ്പർ കൊടുറാ. ആരാണ് ഈ ശല്യം ചെയ്യാനായിട്ട്? അയ്യോ, പലിശരാജൻ. എന്താ ബേബി? കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല. എന്താ? അല്ല, കാശ് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരില്ല. ആ ലെവലാതി. കോൾ കട്ട് പണിയാച്ചാ അവരെ സുമ്മ വിട മാട്ടേ. തിരുട്ട് മുണ്ടും. ഐ, നല്ല പാട്ട്. ഓ ശല്യം. എന്താ ഡാർലിംഗ്, അയാൾ വീണ്ടും വിളിക്കാ കാശ് കടം ചോദിക്കാൻ? സ്വീറ്റ് സ്വീറ്റ് ഒരു കാര്യം ചെയ്യും. ഈ കോൾ സ്വീറ്റ് എടുക്ക്, ബാക്കി ഞാൻ പറഞ്ഞുതരാം. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കൊച്ചിയിലില്ല. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വിളിക്കൂ. டேய், அந்த போர்க்கி கொச்சி விட்டு எங்கேயோ போச்சடா. என்னோட காசு നീതാൻ തരണം. ഞാനാ? ആമടാ. അണ്ണ ഒന്നും കൂടി ഒന്ന് വിളിച്ചു ചോദിക്കാൻ. അവൻ ഈ ലൊക്കാലിറ്റി വിട്ട് പോയാൽ യാതൊരു ചാൻസ് ഇല്ല. അപ്പടിയാ? അതെ. സ്വീറ്റിയാണ് സംസാരിച്ചൊന്നും ഒരാൾക്ക് മനസ്സിലാവില്ല. ഒന്ന് പോ ഡാർലിംഗ്. കറക്റ്റ് കസ്റ്റമർ കെയർ. എടോ, തന്നോടല്ലേ പറഞ്ഞ താൻ വിളിക്കുന്ന ജോർജ് ഇപ്പൊ കൊച്ചിയിലില്ല. ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാൻ. ഫോൺ വെച്ചിട്ട് പോടോ അലവലാതി. സോറി അണ്ണി. ഓ,
அந்த ஜோஜோல ஸ்டே தானடா என்ன கஸ்டமர் கேர் என்னோட பார்த்து மிஸ்டேக் இருக்கு இரண்டாவது வாட்டி ஃபோன் செய்யக்கூடாது എന്ത് പറ്റി അണ്ണാച്ചി மூடு போச்சடா സ്കൂൾ അണ്ണാച്ചി கையறா டேய் அந்த ஜார்ஜ் கொச்சி இல்லாதனால நான் இப்ப போறேன் நான் அடுத்த வாரம் வரும்போது முதல்ல பலசே சேர்த்து ஃபுல்லா விட்டு கிடைச்சே ஆகணும் புரியுமா இது என்ன மாத்தனச்சா നിനക്ക് സവച്ച് വിടരുത് അത് എന്തൊക്കെ ഇവിടെ കസ്റ്റമർ കെയർ എടാ നീയൊക്കെ ഞാനറിയാതെ രക്ഷപ്പെടാനുള്ള പ്ലാനായിരുന്നല്ലടാ. എന്നിട്ട് ഇപ്പൊ എന്തായി? കണ്ണിക്കണ്ട മാർക്കറ്റിൽ കൊണ്ടുപോയി പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ലേ? എടാ നീയല്ലാതെ അവനൊക്കെ ആരെങ്കിലും പൈസ കൊടുക്കോടാ അതും പലിശക്ക്? അവനാ കാശിന് വല്ല പെൺപിള്ളേർക്ക് വല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. പോടാ, അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സ്വീറ്റി 24 ക്യാരറ്റ് എന്റെ മനസ്സ് പോലെ. ഓ മൈ ഡാർലിംഗ്. സ്വീറ്റി, എനിക്ക് ചില പദ്ധതികളൊക്കെ ഉണ്ട്. എന്ത് പദ്ധതി? ഞാനൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. എന്ത് ബിസിനസ്? വേണം. അത് എന്ത് വേണം? ക്യാഷ് വേണം. ആ ക്യാഷ് ആര് തരും? ആര് തരും? അത് സ്വീറ്റിയുടെ അച്ഛൻ തരും. നോക്കിയിരുന്നാ മതി, എനിക്ക് തോന്നുന്നില്ല പപ്പ തരുന്നു. ക്യാഷ് വേണ്ട, ചെക്ക് മതി. എന്നാ പിന്നെ ഡാർലിങ്ങിന്റെ ഡാഡിയോട് ചോദിച്ചാ പോരെ? ഡാഡിയുടെ കയ്യിലെല്ലാം വണ്ടി ചെക്കല്ലേ? അല്ല, ഡാഡിയുടെ ചെക്കെല്ലാം വണ്ടിയിലല്ലേ? അതിന് അല്ല, വണ്ടിയുടെ കീ കാണാനില്ല. വണ്ടിയുടെ കീ ഉണ്ടെങ്കിലല്ലേ വണ്ടി തുറക്കാൻ പറ്റൂ. വണ്ടി തുറന്നല്ലേ ചെക്കെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഡാഡിയോട് പറഞ്ഞ് കുറച്ച് ഫണ്ട് ഒപ്പിച്ച് തന്നേ പറ്റൂ. വെറുതെ വേണ്ട, ഡാഡിയോട് സീറ്റിന് കുറച്ചോളം പറ. ഞാൻ ട്രൈ ചെയ്യാം. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? ചക്കര സ്വീറ്റ്. ഫിലിപ്പേങ്കാരി ആ അലവില്ലാതെ വീണ്ടും കാശ് വയ്ക്കാൻ വിളിക്കാണോ? ഇങ്ങത്താ അവനെ ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കണ്ടേ? Hello, darling. I love you. I long to see you, Kunsakama. Bye, sweetie. ആരുടെ ഈ ബംഗാളി? അത് ബംഗാളിയില, ഫിലിപ്പീനിയ. You cheat me. എനിക്കെല്ലാം മനസ്സിലായത് അലവില്ലാതെ. നീ എന്നെ ഇത്രയും കാലം സ്നേഹിച്ചിട്ട് പറ്റിക്കായിരുന്നല്ലേ? നിന്നെ ഞാൻ നിർത്തടാ. നീയും നിന്റെ ഒരു സ്വീറ്റ് എനിക്ക് നിന്നെ കാണണ്ട. Bloody fool. അയ്യോ സ്വീറ്റി പോലെ, സ്വീറ്റി പോണെങ്കിലാ പോയിരുന്നുണ്ടോ? ദുഷ്ടേ, ഞാൻ പൽച്ചരായനോട് എന്ത് പറയണ്ട ദൈവമേ. എടാ, നിനക്കൊക്കെ വല്ല പണിക്കും പൊക്കൂട്ടേടാ. തോനിപ്പൊ പോയിക്കോ, തന്നെ ഞാൻ എടുത്തോളടോ. അല്ലേ വൃത്തികേട് പറയാൻ നിൽക്കണ്. എടാ ഇനിയിപ്പൊ അയാൾ എന്ത് വൃത്തിയാ നിന്നോട് പറഞ്ഞു? പിന്നെ അല്ലാണ്ട് ജോലിക്ക് പോകാത്ത നമ്മൾ നോക്കിട്ട് ജോലിക്ക് പോകാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? അയാൾക്ക് അറിഞ്ഞൂടെ നമ്മുടെ ഡാഡി മമ്മിയൊക്കെ ജോലിക്ക് കൊണ്ടുവന്ന്? ആരെങ്കിലും ഒരാളൊക്കെ ജോലിക്ക് പോയാൽ മതി. ചോദിക്കടാ. എടാ ലവലാതി, നീ തമിഴിന് മുന്നിൽ ഇട്ട് കൊടുത്തിട്ടാണ്ട് മുങ്ങില്ലേ? അയ്യോ ആരുങ്ങി? പിന്നെ തമിഴൻ പറഞ്ഞല്ലോ നീ കൊച്ചു വിട്ട് പോയിന്ന്. അത് ഞാൻ അണ്ണനെ ചുമ്മാ പറ്റിച്ചല്ലേ. എന്തിന്? എടാ, നിങ്ങളെയും എന്റെ ഗേൾ ഫ്രണ്ട്സിനെ വിട്ട് ഞാൻ ഇവിടുന്ന് പോവോ? അതൊക്കെ ശരി. അണ്ണാച്ചി അടുത്താഴ്ച ഇങ്ങോട്ടേക്ക് വരും. മേടിച്ച പലിശയും കൂട്ടുപലിശയും കൊടുത്തില്ലെങ്കിൽ അങ്ങേര് സീനാക്കും. പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിന്നെ എന്തായാലും അണ്ണാച്ചി കൊല്ലും. ആ ഭീഷണി എനിക്കങ്ങനെ തോന്നണം. നീ പേടിപ്പിക്കാവുന്ന പോയടാ. ഞാൻ പറഞ്ഞു നടക്കാനതില്ല മോനെ. ദേ എന്റെ നാക്കണ്ട, കരുനാക്കാണ്. ആ കരിഞ്ഞാക്കാലും കയ്യാത്താക്കാലും ശരി, അണ്ണാച്ചി കൊടുക്കാനുള്ള പൈസ അടുത്ത ആഴ്ച നമ്മള് കൊടുത്തിരിക്കും. നമ്മളല്ല, നീ കൊടുക്കും. ഞാനെങ്കിൽ ഞാൻ അതിനുള്ള പ്ലാനൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹലോ സ്വീറ്റി, സ്വീറ്റി മായ മായ തിന്തേ സ്വീറ്റി ബായ് സ്വീറ്റി. ആരടിത്? ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാനല്ലേ, ആ പ്ലാനാണ് ഈ പ്ലാൻ. എടാ രാജദ്രോഹി, 25,000 രൂപ കൊണ്ട് നീ തീവ്രവാസങ്ങനെ പോയി ജോയിൻ ചെയ്തില്ലടാ. ഒന്ന് പോയടാ. ഇതെന്റെ പുതിയ ഗേൾ ഫ്രണ്ടാണ് ഫ്രം ഫിലിപ്പൈൻ. അത് ശരിയാണ്. നിന്റെ സ്വഭാവം വെച്ചിട്ട് നിനക്ക് നാട്ടിൽ നിന്ന് പെണ്ണിട്ടൂല. എന്നാലും അളിയ, നീ ഫിലിപ്പിയൻ ഭാഷയൊക്കെ പഠിച്ചത്? കേട്ടാ പട്ടി പുല്ലുന്തിനൊന്ന് കേട്ടല്ലേ? കേട്ടിട്ടില്ല. ഗതികെട്ട ടൈഗർ ഗ്രാസ് തിന്നോന്നിട്ടുണ്ടോ? ഇന്ന് കടങ്കഥ പറയാണ്ട് മാറിക്കാണ്ട്. അളിയ, എനിക്കും സെറ്റാക്കി താട ഒരു ഫിലിപ്പിയൻ കാരി. നീ ആദ്യം മലയാളം നേരെ എഴുതാനും വായിക്കാനും പഠിക്കും, എന്നിട്ട് നോക്കാം ഫിലിപ്പൈൻ.
അതും ശരിയാ. ജോബി ആ ഡാ, അളിയൻ ഇവിടെ ഞാൻ പറ്റില്ല. എന്തൊക്കെയാ? എന്റെ ഒപ്പം കോളേജിൽ പഠിച്ചതാ. അങ്ങനെ അളിയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നം ഉണ്ടാ. എൻ്റെ പെങ്ങളെ പുറകെ ഈ നാട്ടിലെ ഏതോ ഒരുത്തൻ ശല്യം ചെയ്യുന്നുണ്ട്. അവനെ നമുക്കൊന്ന് പൊക്കണം. ഏതാണ് ആ ലെവലാതി? സാനിറ്റൈസറിലും കൊറോണ. അളിയന്റെ പെങ്ങളെ പറയുന്ന ശല്യം ചെയ്യുന്ന ഏത് തെണ്ടിയാണെങ്കിലും അവൻ ഈ നാട്ടില് കാലുത്തിറക്കൂല. ആ അളിയന്റെ പെങ്ങൾ നമ്മുടെ കൂടി പെങ്ങളാ. അളിയ അവന്റെ അഡ്രസ്സോ ഫോൺ നമ്പറോ എന്തെങ്കിലും അളിയന്റെ കയ്യിലുണ്ടാ? എടാ, അവൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ അവളെ കാണാൻ വേണ്ടി അവനിവിടെ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിൽ വരും. ഇല്ലേ നമ്മൾ വരുത്തും. ഏത് നമ്മുടെ ബസ് സ്റ്റോപ്പാ? ആഹാ, ഇന്നെ പൊക്കറ്റ് തന്നെ ബാക്കി വരും. വണ്ടി എടുക്കാൻ കളിയാ. എടാ എടാ പോണോടാ. നീ വണ്ടി എടുക്കടാ. ആഹാ, വേഗം വിറ കാണാനില്ല ആര്. എടാ അത് നമ്മുടെ ബസ് സ്റ്റോപ്പിലടാ. അല്ലടാ, കൊച്ചി നാഷണൽ എയർപോർട്ട് ഇന്ന് പോയാലോ? അലവല അതിനെ കൈ കിട്ടിയുണ്ടല്ലോ, പിന്നെ ഒന്നും നോക്കണ്ട, കത്തിച്ച് കളഞ്ഞു. ലൈറ്റർ എൻ്റെ കയ്യിലുണ്ട്. അതിനാ ലെവലാതി ഇപ്പൊ വരുന്ന എന്തത്ര ഉറപ്പ്? എടാ, തെണ്ടി പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്തായാലും വന്നിരിക്കും. ഇല്ലെങ്കിൽ അവൾ അവനെ മെസ്സേജ് വരുത്തും. അതൊക്കെ അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മെസ്സേജ് വരുത്താൻ ജെയിംസ് ബോണ്ട് അയക്കാം. എനിക്ക് തോന്നലട്ടാ അവൻ വരുമെന്ന്. അതെന്താണ്? എടാ, ഞാൻ വരുമെന്നിട്ടേ അവൻ ഇപ്പൊ നാട് വിട്ട് പോയിട്ടുണ്ട്. ഒന്ന് പോയടാ. ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? അവനിപ്പോ വരാവോ? ഹലോ, എടാ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തി. നീ എവിടെയാ? എടി, ഞങ്ങളിവിടെ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ അവിടെ എല്ലാം സെറ്റ് അല്ലേ? ഇവിടെ എല്ലാം സെറ്റാണ്. നീ സമയം കളയാതെ അലവലാതിക്ക് മെസ്സേജ് അയക്കും. ഓക്കെ ശരി. ആ കോഴിപ്പോ ഇവിടെ എത്തും. കൈ കിട്ടിയണ്ടല്ലോ, ചതച്ചേക്കണം. അപ്പൊ കത്തിക്കണ്ടേ? കത്തിക്കണം ചതച്ചതിന് ശേഷം. ഓക്കെ, അത് വേണോ? പിന്നെ അവനെ കിട്ടിയാല് ഫാസ്റ്റ് ഞാൻ ഓക്കെ. വാടാ ഗൈസ്. ഒരു മിനിറ്റ്, എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് മുമ്പ് ആരെങ്കിലും മെസ്സേജ് ചെയ്ത് ശല്യം ചെയ്ത്. എടാ മോനെ, എനിക്ക് ലൈസൻസ് ചേടാ. ആർക്ക് നിനക്കാ? മെസ്സേജ് ആടാ, എല്ലാം സെറ്റായിട്ട് നിങ്ങൾ പറയാന്ന് വിചാരിച്ചെന്ന്. അതാ ഞാൻ ഹൈഡ് വെച്ച്. പക്ഷെ അവൾ ഇത്ര പെട്ടെന്ന് സെറ്റാന്ന് എനിക്ക് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ മെസ്സേജ് ഒന്ന് കാണിച്ച്. എടാ, നീ നേരത്തെ പറഞ്ഞ സെറ്റപ്പാണ് ഈ സെറ്റപ്പ്. അവൾ എന്നെ കാത്ത് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഇപ്പൊ ഉണ്ട്. എടാ, ബസ് സ്റ്റോപ്പിലടാ, ഈ ബസ് സ്റ്റോപ്പ്. ദൈവമേ, ആടാ ദേ അവള് നിന്നെ കാത്ത് ബസ് സ്റ്റോപ്പിൽ നിക്കണ. ഓടാ, പോയി എൻജോയ് ചെയ്യ്. പോട്ടേക്കറേ ഡാർലിംഗ്, ഞാൻ വരുന്നു. അതെന്റെ പെങ്ങളോടാ.